ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് LDC 2024 വേണ്ടി തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ ഇനി നമ്മൾ എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, അതേപോലെ തന്നെ വൺ ക്ലിക്ക് പി എസ് സി യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇനി പ്രൊവൈഡ് ചെയ്യുന്നത്, ഇനി എന്തൊക്കെ പ്ലാനിങ് ആണ് നമ്മുടെ വരും ദിവസങ്ങളിൽ, റിവിഷനും ബാക്കി കാര്യങ്ങളൊക്കെ എന്നതിനെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അതിന് കൂടെ ചെറിയൊരു മോട്ടിവേഷനും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ആക്ച്വലി 2024 LDC ഇങ്ങനെ എത്തി നിൽക്കുമ്പോൾ 100 ദിവസത്തോളം വരുന്ന കുറച്ച് ഉദ്യോഗാർത്ഥികളുണ്ട്, 50ഓളം ദിവസങ്ങളിൽ നിൽക്കുന്ന മറ്റു ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ ഇവർക്ക് എല്ലാവർക്കും കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിരുന്നു, അതായത് 2021 കട്ട് ഓഫിലേക്കെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, എത്തണമെന്നതിനെ കുറിച്ച്. അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഭയങ്കരമായിട്ട് കുറച്ച് ആളുകളൊക്കെ ഭയങ്കര ടെൻഷനായി. അതേപോലെ തന്നെ കുറച്ച് ആളുകൾ നമ്മുടെ അടുത്ത് മെസ്സേജ് അയച്ചു, സാർ ഇനിയിപ്പോൾ എന്താണ് ചെയ്യേണ്ടത്, കാരണം ഞാൻ കട്ട് ഓഫിലേക്ക് എത്തിയിട്ടില്ല, അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഇനി ജോലിക്ക് കയറാൻ പറ്റുമോ, അല്ലെങ്കിൽ ആദ്യത്തെ 100 റാങ്കിലേക്ക് വരാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് കുറെ മെസ്സേജ് അയച്ചു. അതേപോലെ കുറച്ച് പുതിയ ആളുകളാണ്, അവര് വീണ്ടും അതായത് ഈ പറയുന്ന നമ്മുടെ വീഡിയോ കണ്ട പിന്നെ മുതലാണ് അവർ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത്. അപ്പോൾ ഇനി പഠിച്ചു കഴിഞ്ഞാൽ കിട്ടുമോ എന്നതിനെ കുറിച്ചും ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് എല്ലാവർക്കും കൂടിയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇതെന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. അതേപോലെ ഇതുവരെയായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ 2024 LDCക്ക് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ നിലവിലൊരു മിഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, 75 ഹോട്ട് ടോപ്പിക്സ് എന്ന് പറയുന്നത്. അത് എല്ലാ ദിവസങ്ങളും നിങ്ങൾക്ക് ചൊവ്വ, വ്യാഴം, അതേപോലെ ശനി ദിവസങ്ങളിലാണ് ക്ലാസ് വരുന്നത്. 3 മണിക്കായിരിക്കും ക്ലാസ്. അതേപോലെ അതിന്റെ ക്വസ്റ്റ്യൻ ബോർഡ് വരുന്നത് നിങ്ങൾക്ക് ടെലഗ്രാമിലായിരിക്കും. അത് കൃത്യം 9 മണിക്കാണ് എല്ലാ ദിവസങ്ങളും വരുന്നത്. ഓരോ ടോപ്പിക്കിന്റെ അടിസ്ഥാനത്തിലായിരിക്കും അന്നത്തെ ക്വസ്റ്റ്യൻ ബോർഡ് എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് 35, 50, അതേപോലെ തന്നെ 100 വരെയൊക്കെ വരാറുണ്ട് ക്വസ്റ്റ്യൻ ബോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ സ്റ്റേറ്റ്മെന്റ് ലെവലിലുള്ള ചോദ്യങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. അതേപോലെ തന്നെ ഏറ്റവും ട്രെൻഡിങ് ആയിട്ടുള്ള ചോദ്യങ്ങൾ, ചേരുംപടി ചേർക്കുക, അതൊക്കെ നമ്മൾ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ നിലവിൽ ആ ഒരു ക്വസ്റ്റ്യൻ ബോർഡ് ക്രിയേറ്റ് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, ആ ടെലഗ്രാമിൽ നിങ്ങൾക്ക് നോട്ട് ഞാൻ തരാറുണ്ട് ക്ലാസ് കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും. അപ്പോൾ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ നോട്ട് എഴുതി സമയം കളയാനൊന്നും പോകണ്ട. കാരണം അത്രത്തോളം തവണ റിപ്പീറ്റ് ചെയ്താണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് തരുന്നത്. അതുകൊണ്ട് തന്നെ ക്ലാസ് ഒരു തവണ കേട്ട ഉദ്യോഗാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഈ ഒരു നോട്ട് കൂടി വായിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ക്ലിയർ ആയിരിക്കും. പിന്നെ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ട, നോട്ട് എഴുതി സമയം കളയണ്ട. അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോട്ട് എന്ന് നിങ്ങൾക്ക് തരുന്നത് നമ്മൾ SCERT, അതേപോലെ തന്നെ NCERT, കേരള ലിറ്റററി മിഷൻ, അതേപോലെ തന്നെ ഡിഗ്രി ലെവല് ബുക്സ് കൂടി റെഫർ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ നോട്ട് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഒരു നോട്ട് അത്രത്തോളം കണ്ടന്റ് ബേസ്ഡ് ആണ്. അത് എക്സാം പോയിന്റ് ഓഫ് വ്യൂവില് നമ്മൾ ചെയ്തിരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ റാങ്ക് ഫയലിൽ കാണുന്ന ഏകദേശം 100 125 പേജസ് ആയിരിക്കും നമ്മൾ കൺക്ലൂഡ് ചെയ്ത് വേണ്ടത് മാത്രം എടുത്ത് നിങ്ങൾക്കൊരു എത്രയാണ്, ഒരു 20 പേജോ അല്ലെങ്കിൽ ഒരു 18 അല്ലെങ്കിൽ 15 പേജിലേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെറ്റ് ചെയ്ത് തരുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അത് മാത്രം ഒന്ന് വായിച്ചെങ്കിലും നോക്കിയാൽ മതി. ബേസ് ആയിട്ടുള്ള ചോദ്യങ്ങളും അതേപോലെ തന്നെ ഒരു എക്സാമിൽ നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഉറപ്പായിട്ടും അവന് ഒരു 55-ന് മുകളിലേക്കുള്ള ഒരു മാർക്കിലേക്ക് എത്താനായിട്ട് സാധിക്കും. പിന്നെ നമ്മൾ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ദിവസങ്ങളിൽ, അതായത് ഞാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയും ഇതിന്റെ കൂടെ വർക്കൗട്ട് ചെയ്യണം. എങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു മിഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഞാൻ പറയുന്ന ഈ പറയുന്ന 100 റാങ്കിലേക്ക് എത്താവുന്ന റേഞ്ചിലേക്ക് നിങ്ങൾക്ക് വരാൻ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്ലാസ്സുകൾ കാണുക, 75 ഹോട്ട് ടോപ്പിക്സ് മാക്സിമം നമുക്ക് പെട്ടെന്ന് തന്നെ തീർക്കാൻ നോക്കാം. അതിനുശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ഈ പറയുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ 2021 മുതൽ 2023 വരെ എടുക്കുകയാണെങ്കിൽ 10th പ്രിലിംസ് മുതലുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്നതാണ്. ഏകദേശം LD ലെവലാണെങ്കിൽ നമുക്ക് ഒരു 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ അകത്ത് നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം ആ LD മാത്രമാണ് ഫോക്കസ് ചെയ്ത് നമ്മൾ ചെയ്യുമ്പോൾ ഏകദേശം 20ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകളാണ് പിന്നെ വരുന്നത്. അപ്പോൾ അതെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ദിവസം തന്നെ നമുക്ക് നമ്മുടെ ചാനലിലേക്ക് ഈ പറയുന്ന ക്വസ്റ്റ്യൻ പേപ്പറുകൾ ഞാൻ ഇടാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക, ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ക്ലാസ്സും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ കൂടിയും വർക്കൗട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതിന്റെ ആൻസേഴ്സ് ഞാൻ നിങ്ങൾക്ക്
എക്സ്പ്ലനേഷൻ ആയിട്ട് കൂടി തരാൻ ശ്രമിക്കാം കിട്ടുന്ന സമയം പോലെ. അപ്പൊ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ, അതായത് ഞാൻ നിങ്ങൾക്ക് ടെലഗ്രാമിലേക്ക് ക്വസ്റ്റ്യൻ പേപ്പർ തരണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായം, അതായത് ക്വസ്റ്റ്യൻ പേപ്പർ ചിലവർക്ക് വേണമെന്നുണ്ട്, ചിലവർ തന്നെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ പറഞ്ഞു. അപ്പൊ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നിങ്ങൾ അത് പറഞ്ഞാൽ മതി. നിങ്ങൾക്ക് ഇനി ക്വസ്റ്റ്യൻ പേപ്പർ വേണമെങ്കിൽ ഉറപ്പായിട്ട് നമുക്ക് ടെലഗ്രാമിൽ അങ്ങനെ ഒരു സീരീസ് വെച്ച് ഓൾട്ടർനേറ്റീവ് ഡേയ്സിൽ നമുക്ക് ഈ പറയുന്ന 28 13 ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് എന്ത് ചെയ്യാം, വർക്കൗട്ട് ചെയ്ത് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇനി നമ്മൾ അടുത്ത ദിവസങ്ങളിലായിട്ട് നമ്മൾ ചെയ്യുന്നത്. എൽഡിയോടനുബന്ധിച്ച് നമ്മളൊരു 30 days ക്രാഷ് നമ്മൾ സെറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഫുൾ ടൈം വിത്ത് ലൈവ് വെച്ചായിരിക്കും നമ്മൾ ക്ലാസ്സസ് പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് നമ്മൾ ഈ പറയുന്ന എല്ലാ പോർഷൻസും കവർ ചെയ്ത് ഫുള്ളായിട്ട്, അതായത് ഒരു ദിവസത്തിൽ ഫുള്ള് അതിലേക്ക് വേണ്ടി മാത്രം ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിക്കാവുന്ന ലെവലിലായിരിക്കും ലൈവ് വരുന്നത്. അപ്പൊ അതിന്റെ അകത്ത് പിന്നീട് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, അപ്പോഴത്തേക്കും നമ്മുടെ ക്ലാസ്സസ് ഫുൾ 75 ടോപ്പിക്സ് കംപ്ലീറ്റ് ആയിരിക്കും. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന നമുക്ക് ഏകദേശം 30ഓളം ചോദ്യ പേപ്പറുകൾ നമ്മൾ കംപ്ലീറ്റ് ആയിരിക്കും. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. റിവിഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വിത്ത് ലൈവ് നമ്മൾ വേറെ ലെവലായിട്ട് തന്നെ നമ്മൾ പോകുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് മാക്സിമം നമുക്ക് എന്ത് ചെയ്യാം, കറണ്ട് അഫയേഴ്സ് ഡിസ്കസ് ചെയ്യാം, സ്റ്റേറ്റ്മെന്റ് ലെവലുള്ള ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കിടിലമായിട്ട് തന്നെ നമുക്ക് മുന്നോട്ടേക്ക് പോകാം. അപ്പൊ അതിനൊക്കെ നിങ്ങളുടെ സപ്പോർട്ട് വേണം. നിങ്ങൾ മാക്സിമം നമ്മുടെ ചാനൽ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. അതേപോലെ തന്നെ എന്ത് ചെയ്യണം, മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാണുന്നവരാണെങ്കിലും ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ലെവലിൽ തന്നെയാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തിനാണ് ഇനി നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? മക്കളെ, ഒറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. നമ്മൾ ടെൻഷൻ അടിച്ചുകൊണ്ട് എന്ത് നേടും? അതായത് നിങ്ങളിപ്പോൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാണ്. അപ്പൊ ഞാൻ പറയുന്ന ഒരു കട്ട് ഓഫിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല. അതേപോലെ തന്നെ എന്താണ് ഈ പറയുന്ന ചില ക്വസ്റ്റ്യൻസുകൾ നമ്മൾ വീണ്ടും ചെയ്യുമ്പോൾ അത് തെറ്റിപ്പോകുന്നു. അതൊക്കെയാണ് എല്ലാവരുടെയും പ്രശ്നം എന്ന് പറയുന്നത്. അതിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്. പക്ഷെ ഈ ടെൻഷൻ അടിച്ചത് കൊണ്ട് നിങ്ങൾ ഈ പറയുന്ന കട്ട് ഓഫ് മറികടക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചുകൊണ്ടും അതേപോലെ തന്നെ സങ്കടപ്പെട്ടുകൊണ്ട് നിങ്ങൾ എഴുതുമ്പോൾ എന്തെങ്കിലും നിങ്ങൾ ഈ കട്ട് ഓഫിലേക്ക് കടന്ന് നിങ്ങൾ പോകാറുണ്ടോ? ഒരിക്കലും ഇല്ല. നമ്മൾ ടെൻഷൻ എന്തായാലും എന്ത് ചെയ്യുക, ടെൻഷൻ അടിച്ചിട്ട് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല. അപ്പൊ എന്ത് ചെയ്യുക, ടെൻഷൻ മാറ്റി വയ്ക്കുക. നമ്മളെപ്പോഴും പഠിക്കുന്ന കാര്യത്തിൽ നമ്മൾ പക്ക കോൺഫിഡന്റ് ആവുക. അതാണ് ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളിൽ നമ്മൾ പൂർണ്ണമായിട്ടും വിശ്വാസം അർപ്പിക്കുക. കാരണം ഈ ഒരു കാര്യം, അതായത് ഇപ്പോൾ 75 ഹോട്ട് ടോപ്പിക്സ് ഉണ്ട്. അതേപോലെ തന്നെ ഏകദേശം 25ഓളം 28ഓളം ചോദ്യ പേപ്പറുകൾ നമ്മൾ ഫുള്ളായിട്ട് പഠിച്ചു പോകും. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ച ഒരു ഉദ്യോഗാർത്ഥിക്ക് എന്തുകൊണ്ട് ഈ എക്സാം ക്രാക്ക് ചെയ്തുകൂടാ? നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഈ പറയുന്ന എക്സാം എന്ന് പറയുന്നത്. ഈ എക്സാം നമ്മൾ ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് തന്നെ എന്ത് ചെയ്യാണ്, മാറാനായിട്ട് പോവുകയാണ്. അതിലേക്കുള്ള ഏറ്റവും വലിയ ഒരു ഈ പറയുന്ന ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണ് LDC എക്സാം. നമ്മുടെ ചുറ്റുപാടും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും, പല ആളുകളും, അതായത് ഏകദേശം എത്രയോ ആളുകൾ കഷ്ടപ്പെട്ട് ജോലി ചെയ്തിട്ടാണ് അവരൊരു വീടുണ്ടാക്കുന്നത്, അതേപോലെ തന്നെ അവരുടെ ലൈഫ് ഒന്ന് സെറ്റ് ആക്കുന്നത്. പക്ഷെ നമ്മുടെ മുന്നിലേക്ക് നിങ്ങളൊരൊറ്റ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. ഏകദേശം 100ൽ താഴെ ദിവസങ്ങളും അതേപോലെ തന്നെ 50 ദിവസത്തോളം എത്തി നിൽക്കുന്ന ഉദ്യോഗാർത്ഥി, നിങ്ങൾ ഇത് എങ്ങനെയാണോ കാണുന്നത്, അല്ലെങ്കിൽ ഇതെന്തിന് ഈ 50 അല്ലെങ്കിൽ ഈ 100 ദിവസങ്ങൾ നിങ്ങൾ എങ്ങനെയാണോ ഇനി വർക്കൗട്ട് ചെയ്യുന്നത്, അതിന്റെ ഔട്ട്പുട്ട് ആയിരിക്കും നമുക്ക് എന്തിലേക്ക് വരുന്നത്, എക്സാമിലേക്ക് വേണ്ടിയിട്ട് വരുന്നത്. നിങ്ങളുടെ സന്തോഷവും അതേപോലെ തന്നെ നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, അവർക്കൊക്കെ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ ഒരു എക്സാം ക്രാക്ക് ചെയ്യുക എന്നുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവും, നമ്മുടെ അച്ഛൻ, അതേപോലെ തന്നെ അമ്മ, അതേപോലെ ഇപ്പോൾ കുറേ വീട്ടമ്മമാരുണ്ട്. അപ്പൊ അവരുടെയൊക്കെ ഈ പറയുന്ന ഭർത്താവ്, അതേപോലെ തന്നെ അവരൊക്കെ പല ഭയങ്കരമായിട്ട് കഷ്ടപ്പാടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടുന്ന സമയത്ത് ഇരുന്ന് പഠിച്ചിട്ടൊക്കെയാണ് ഇതിലേക്ക് വേണ്ടിയിട്ട് നിൽക്കുന്നത്. അപ്പോൾ രാവിലത്തെ ജോലികളൊക്കെ ചെയ്തതിന് ശേഷം പിന്നീടുള്ള സമയമാണ് ഇതിനൊക്കെ വേണ്ടിയിട്ട് എടുക്കുന്നത്, എന്നിട്ടാണ് ഇരുന്ന് പഠിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നമ്മുടെ ഈ ഒരു ലൈഫിൽ ഏറ്റവും വലിയ ഒരു മാറ്റം എന്ന് പറയുന്നത് ഈ ഒരു ജോലി കിട്ടുമ്പോൾ നമ്മുടെ ലൈഫിൽ വരികയാണ്. അപ്പോൾ ഇത്രയും നാളും നമ്മൾ അനുഭവിച്ച കഷ്ടപ്പാടുകൾ, അതേപോലെ തന്നെ നമ്മളുടെ മുന്നിലേക്ക് വന്ന പ്രതിസന്ധികൾ ഒറ്റപ്പെടുത്താനും അതേപോലെ തന്നെ നമ്മളെ തള്ളി പറയാനും ഒത്തിരി ആളുകൾ ഉണ്ടാവും. പക്ഷെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരും തന്നെ നമ്മുടെ കൂടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ നമുക്ക് വേണ്ടിയിട്ടാണ് ഇത് പഠിക്കണേ എന്ന് വിചാരിച്ച് തന്നെ മുന്നോട്ട് നന്നായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ ഓരോ ചെറിയ ചെറിയ പ്രതിസന്ധികൾ, അതായത് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, ഈ പറയുന്ന എക്സാമിന്റെ കട്ട് ഓഫ്, അതേപോലെ തന്നെ ഈ പറയുന്ന മാർക്ക് കുറവ്, അതേപോലെ അങ്ങനെയൊക്കെ മൈനസ്, ഇതൊക്കെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടും. അങ്ങനെയൊന്നും സങ്കടപ്പെടാതെ
ചെയ്യാതിരിക്കുക. എല്ലാ ദിവസവും രാവിലെ എണീറ്റ് നമ്മളാണ് ഏറ്റവും ബെസ്റ്റ്, നമ്മളാണ് ഏറ്റവും കിടിലമായി തന്നെ പഠിക്കുന്നത്. ഇത്രയും ഏകദേശം 500-600ഓളം പോസ്റ്റുകൾ ഉള്ളതിൻ്റെ അകത്ത് എനിക്ക് വേണ്ടത് ആകെ ഒരു പോസ്റ്റാണ്. ആ ഒരു പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടാണ് ഞാൻ മത്സരിക്കുന്നത്. എനിക്ക് ഉറപ്പായിട്ടും അത് കിട്ടും. കാരണം എൻ്റെ അച്ഛനും എൻ്റെ അമ്മയ്ക്കും അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിന്, എൻ്റെ ചേട്ടന്, എല്ലാവർക്കും കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഗിഫ്റ്റാണ് ഈ പറയുന്ന എൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത്. അതിലേക്ക് വേണ്ടിയിട്ട് ഞാൻ ഇനിയുള്ള ദിവസം മൊത്തം അതിലേക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തിരുന്ന് പഠിക്കും എന്നുള്ള പ്രതിജ്ഞ തന്നെ നിങ്ങൾ എടുക്കുക. എന്നിട്ട് മുന്നോട്ടേക്ക് പോവുക. ഒരിക്കലും എക്സാമിനെ കുറിച്ച് നിങ്ങൾ പ്രെഡിക്റ്റ് ചെയ്യാതിരിക്കുക. കാരണം എപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം എന്താന്ന് പറയുന്നത്, നമ്മളെപ്പോഴും കുറെ പ്രെഡിക്റ്റ് ചെയ്യും. ഇങ്ങനെ വരും, അങ്ങനെ വരും, സ്റ്റേറ്റ്മെന്റ് ലെവല്, അതേപോലെ NCERT വരും, SCERT വരും, അങ്ങനെ കുറെ കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആവശ്യമില്ലാതെ ടെൻഷൻ അടിക്കും. എന്നിട്ടാണ് നമ്മൾ അതിലേക്ക് പോകുന്നത്. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ എന്ത് ചെയ്യുക, എന്നേക്കുമായിട്ട് ആ പ്രൊഡിക്ഷൻ നമ്മൾ എന്ത് ചെയ്യുക, എന്നേക്കുമായിട്ട് നമ്മുടെ ആ ഒരു സ്വിച്ച് ഓഫ് ആക്കി വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കിത് പറ്റും, ഞാൻ ഇതിന് വേണ്ടിയിട്ടാണ് ഇത്രയും നാളും കഷ്ടപ്പെട്ടത്, എൻ്റെ കൂടെ ഉള്ളവർക്ക് വേണ്ടി എനിക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ ഒരു ഗിഫ്റ്റാണ് ഈ പറയുന്ന LD എക്സാം എഴുതി 2025 ഞാൻ ജോലിക്ക് കയറും. എൻ്റെ അച്ഛന്, എൻ്റെ അമ്മയ്ക്ക്, അതായത് ഇപ്പോൾ നമ്മുടെ അച്ഛനൊക്കെ ആണെങ്കിലും അതേപോലെ തന്നെ അമ്മയാണെങ്കിലും മറ്റുള്ളവരുടെ മുമ്പിൽ എൻ്റെ മകന് ജോലി കിട്ടി, എൻ്റെ മകൾക്ക് ജോലി കിട്ടി എന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന ആ ഒരു നിമിഷം നിങ്ങളൊന്ന് സങ്കല്പിച്ചു നോക്കി. അതേപോലെ തന്നെ നമ്മുടെ സ്വന്തം അധ്വാനിച്ചുണ്ടാക്കുന്ന കാശ് കൊണ്ട് നമ്മൾ നമ്മുടെ അച്ഛനും അമ്മയ്ക്കും ഒരു ദിവസം ഡ്രസ്സ് വാങ്ങിക്കൊടുക്കുക, അതേപോലെ അവർക്ക് വേണ്ടി അവരുടെ ഒരു ബർത്ത്ഡേ ആഘോഷിക്കുക. അതൊക്കെ നിങ്ങൾ എപ്പോഴും എന്ത് ചെയ്യുക, സ്വപ്നം കാണുക. അതേപോലെ വീട്ടമ്മമാരാണെങ്കിൽ നിങ്ങളുടെ മക്കള് നിലവില് പ്രോഗ്രസ് കാർഡ് റിപ്പോർട്ടിന്റെ അകത്ത് നിങ്ങളുടെ നിലവിലത്തെ ജോലി എന്ന് പറയുന്ന ഇട്ടേക്കണേൽ ഹൗസ് വൈഫ് എന്നുള്ളത് മാറ്റി ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെന്റിന്റെ പേരും വെച്ച് ഇന്ന സ്ഥലത്ത് LD ക്ലർക്കാണ് എന്ന് പറയുമ്പോൾ ആ ഒരു പൊസിഷൻ, അതേപോലെ തന്നെ എന്താണ് ആ ഒരു മാറ്റം, അതൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക, ലൈഫിൽ സങ്കല്പിക്കുക. അതേപോലെ ഇന്ന് വരെ നമ്മുടെ അടുത്ത് സംസാരിക്കാൻ വരെ മടിച്ചു നിന്ന ആളുകൾ, അല്ലെങ്കിൽ ഒരു പ്രോഗ്രാമിന് പോകുമ്പോൾ നമ്മൾ അവിടെ നിന്നും എന്താണ് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ, കാരണം പലർക്കും ജോലി കിട്ടാത്തതിന്റെ പേരിൽ മാത്രം പല ഫംഗ്ഷനുകളും അതേപോലെ തന്നെ എന്താണ് പല പരിപാടികളും നമ്മൾ ഒഴിവാക്കി വിടും. കാരണം അവരെയൊക്കെ ചെന്ന് ഫേസ് ചെയ്യാൻ പറ്റാത്ത. പക്ഷെ ഇനി അവരുടെയൊക്കെ മുന്നിലൂടെ ഈ 50 ദിവസം അല്ലെങ്കിൽ 100 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ അവരുടെ മുന്നിലൊക്കെ തലയെടുപ്പോടുകൂടി അന്തസ്സോടുകൂടി നമ്മൾ ആ പരിപാടികളിലൊക്കെ നമ്മൾ പങ്കെടുക്കുന്നതിനെ കുറിച്ച് അതൊക്കെ നിങ്ങളൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കും മക്കളെ. അപ്പൊ തന്നെ നമുക്ക് മനസ്സിലാവും, ഈ ഒരു ജോലി ഞാൻ വാങ്ങുന്നതുകൊണ്ട് എൻ്റെ ലൈഫ് തന്നെ മാറും, ഞാൻ തന്നെ മാറും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നത്. അപ്പോൾ ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ എന്താണ്, ഒരിക്കലും അതൊരു കഷ്ടപ്പാടായിട്ട് നിങ്ങൾക്ക് തോന്നത്തില്ല. കാരണം അത്രയും വലിയൊരു സൗഭാഗ്യം, അതായത് ലൈഫ് ഫുൾ ഓഫ് ഹാപ്പിനെസ് ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിക്കുന്നത്. അപ്പോൾ കിട്ടുന്ന സമയം, ഇനിയുള്ള സമയങ്ങളിൽ ആരും, കുറച്ച് ഉദ്യോഗാർത്ഥികൾ എൻ്റെ അടുത്ത് പറഞ്ഞു, സാറേ ടെലഗ്രാമിലൊക്കെ പോയി സിനിമ കാണാന്ന്. നിങ്ങൾക്ക് ടെലഗ്രാമിലൊക്കെ പോയി സിനിമ കാണാനുള്ള സമയമൊക്കെ ഇനി ഉണ്ട്. ജോലി കിട്ടിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാമിൽ പോയി കാണണ്ട, നിങ്ങൾ നേരെ സിനിമ തിയേറ്ററിൽ പോയി എന്ത് ചെയ്യുക, സിനിമ കാണാനായിട്ട് ശ്രമിക്കുക. അതും നമ്മുടെ കൂടെ നമ്മുടെ അച്ഛനും അമ്മയും ഹസ്ബൻഡും മക്കളും എല്ലാവരും കൂട്ടി നമ്മൾ എന്ത് ചെയ്യുക, അന്തസ്സായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിയേറ്ററിൽ തന്നെ പോയി കാണാനായിട്ട് ശ്രമിക്കുക. OTTയിലൊന്നും വരണേക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, റിലീസിങ്ങിന് തന്നെ തിയേറ്ററിൽ പോയി. അതിന് നമുക്ക് എന്ത് വേണം, കാശ് വേണം. അപ്പൊ ആ കാശിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യണം, ഈ ജോലി വേണം. അങ്ങനെ തന്നെ ചിന്തിക്കുക മക്കളെ. അപ്പോൾ അങ്ങനെയൊക്കെ നമ്മൾ ചിന്തിച്ച് കഴിയുമ്പോൾ നമുക്ക് ഉറപ്പായിട്ടും ഈ ഒരു ജോലി വാങ്ങണം എന്നുള്ള അത് നമ്മളിൽ തന്നെ നമ്മൾ ഉണ്ടാക്കണം. ഞാനിപ്പോ ഈ പറയുന്ന ആൽബർട്ട് ഐൻസ്റ്റീന്റെയും അതേപോലെ തന്നെ എന്താണ് പറയുന്ന റൊണാൾഡോ, അതേപോലെ ലയണൽ മെസ്സി, ഇവരുടെയൊക്കെ ജീവചരിത്രം എടുത്ത് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുമ്പോൾ അത് 1, 2, 3, 4, 5 ദിവസത്തേക്ക് നിങ്ങൾക്ക് അതിന്റെ മോട്ടിവേഷൻ നിൽക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ പാടെ വീണ്ടും ശങ്കരൻ അഗൈൻ സെയിം കോക്കനട്ട് ട്രീ. അപ്പൊ അത് വേണ്ട. നമ്മളെ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക, നമ്മുടെ കൂടെയുള്ള ആളുകളെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കുക. അവരുടെയൊക്കെ കഷ്ടതകൾ ഒത്തിരി എന്താണ് പ്രതീക്ഷയോടെയും അതേപോലെ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടായിരിക്കും നമ്മുടെ അച്ഛനും അമ്മയും അതേപോലെ തന്നെ ഭർത്താവാണെങ്കിലും ഇവരൊക്കെ നിങ്ങളെ പ്രതീക്ഷിച്ചുകൊണ്ട്, കാരണം നിങ്ങൾക്ക് ഒരു ജോലി കിട്ടി, അതേപോലെ തന്നെ എന്താണ് നിങ്ങൾക്ക് ജോലി കിട്ടുന്ന ആ ഒരു മൊമെന്റ് അത് എന്ത് ചെയ്യുക, വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടുക, നിങ്ങളും സ്റ്റാറ്റസ് ഇടുക, നമ്മുടെ ഫാമിലി ഗ്രൂപ്പിലേക്കൊക്കെ അത് അയക്കുക. അതൊക്കെ വലിയ സന്തോഷമുള്ള കാര്യമാണ്. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യുക, ഈ ഉള്ള ദിവസങ്ങളിൽ നമുക്ക് നെഗറ്റീവ് എന്ന് പറയുന്ന ലെവലിലേക്ക് നമ്മൾ പോവുകയാണെങ്കിൽ നമ്മൾ ഇതൊക്കെ സ്വപ്നം കാണുക. അപ്പൊ നമ്മൾ തന്നെ ബൂസ്റ്റപ്പ് ആവും മക്കളെ. കാരണം എനിക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പഠിക്കുന്നത്, എനിക്കാണ് ഈ പറയുന്ന ഈ LDC വേണ്ടത്, ഇത് ഞാൻ നേടിയെടുക്കുമെന്ന് നമ്മൾ തന്നെ എന്ത് ചെയ്യുക, നമ്മളെ
പറഞ്ഞ് കോൺഫിഡന്റ് ആക്കുക. നമ്മുടെ കോൺഫിഡൻസ് ലെവൽ എപ്പോഴും എന്തായിരിക്കണം, നമുക്കിത് കിട്ടും എന്നുള്ള ലെവലിൽ തന്നെ മുന്നോട്ടേക്ക് പോകണം. സിംഹം എന്ന് പറയുന്ന മൃഗം ഇര പിടിക്കാനായിട്ട് നിൽക്കുമ്പോൾ സിംഹത്തെക്കായും വലിയൊരു മൃഗം, അതൊരു ആന വന്നാൽ പോലും അവൻ എന്ത് ചെയ്യും, അവൻ അതിനെ അടിച്ചിട്ട് അവൻ ഉറപ്പായിട്ടും അവൻ എന്ത് ചെയ്യും, ഇരയാക്കി മാറ്റും. അതാണ് അവന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത്. നമ്മൾ മുന്നിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ മുന്നിൽ LDC ഈ പറയുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിപ്പാർട്ട്മെന്റ് നിങ്ങൾ സങ്കല്പിക്കുക, അവിടെ ഞാൻ ജോലി ചെയ്യുമെന്ന് ദൃഢനിശ്ചയം എടുക്കുക. ഇനി വരുന്ന എക്സാം അത് ഏത് ലെവലിൽ വന്നാലും NCERT ആയാലും SCERT ആയാലും അതേപോലെ തന്നെ ഇന്ത്യൻ പൊളിറ്റി, അതേപോലെ തന്നെ എന്താണ് കേരള ചരിത്രം, നമ്മുടെ ശ്രീധര മേനോന്റെ ബുക്ക്, ഇനി എന്ത് തന്നെ വന്നോട്ടെ, ഞാൻ ഇതിനു വേണ്ടി ഇറങ്ങി തിരിച്ചതാണെങ്കിൽ ഞാൻ ഇത് നേടിയെടുത്തിട്ട് മാത്രമേ ഞാൻ ഇവിടുന്ന് പോകൂ എന്നുള്ള ദൃഢനിശ്ചയത്തോടു കൂടി. അതിൻ്റെ ഇടയിൽ നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു വേർഡിലേക്ക് നമ്മൾ പോകുമ്പോൾ എപ്പോഴും ഓർക്കുക, നിങ്ങളുടെ കൂടെയുള്ള നിങ്ങളെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ, അവരുടെ ഇത്രയും നാളും അവർ നിങ്ങളെ എന്ത് ചെയ്തു, നിങ്ങൾക്ക് വേണ്ടിയിട്ട് അവർ സപ്പോർട്ട് ചെയ്ത് കൂടെ നിന്ന ആളുകളെ ഒന്നും ഇനിയും ഞാൻ എന്ത് ചെയ്യരുത്, വഞ്ചിക്കരുത്. അവർക്ക് എന്ത് ചെയ്യണം, അവർക്ക് നമുക്ക് കൊടുക്കണം, ഈ പ്രാവശ്യം ജോലി വാങ്ങി അവർക്ക് ഉറപ്പായിട്ടും അവർക്ക് ട്രീറ്റ് ചെയ്യണം എന്നുള്ളത് തന്നെ മനസ്സിലാക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ജോലി കിട്ടില്ല എന്ന് പറഞ്ഞ ആളുകളുടെ മുന്നിലൂടെ നമ്മൾ അന്തസ്സായിട്ട് അവരുടെ മുന്നിൽ പോയി അവർക്ക് ട്രീറ്റ് ചെയ്ത് കൊടുക്കണം. അതാണ് നമ്മുടെ സ്പിരിറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലേക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ ഈ ഒരു പ്രയാണം എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും എൻ്റെ കൂടെ നിൽക്കണം, കട്ടയ്ക്ക് നിൽക്കണം. ഉറപ്പായിട്ടും നമ്മൾ ഈ 75 ഹോട്ട് ടോപ്പിക്സ് കംപ്ലീറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഈ പറയുന്ന 30ഓളം ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ വർക്കൗട്ട് ചെയ്ത് അത് സിസ്റ്റമാറ്റിക് ആയിട്ട് പോകും. അതിനുശേഷം നമ്മളൊരു പക്കാ റിവിഷൻ, അതായത് ഒരു മാരത്തോൺ തന്നെ നമ്മൾ സെറ്റ് ചെയ്യും 30 ഡേയ്സ്. അന്ന് നമ്മൾ പൊളിച്ചടക്കിയാണ് നമ്മൾ പോവുള്ളൂ. അപ്പോൾ എല്ലാവരുടെയും സപ്പോർട്ടും സ്നേഹവും എല്ലാം കൂടെ വേണം. കാരണം ഞാൻ മാത്രമേ ഉള്ളൂ, അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് അറിയാലോ, എൻ്റെ സിറ്റുവേഷൻ അനുസരിച്ച് മാക്സിമം ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എല്ലാ കാര്യങ്ങളും ചെയ്ത് റെഡിയാക്കി സെറ്റാക്കി തരാം. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരത്തേക്കും ഷോർട്ട് ബ്രേക്ക്. സൈനിങ് ഓഫ്, അരുൺ കൊമ്പനാടൻ. താങ്ക് യു.